നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് IPL-ൽ പഞ്ചാബ് കിങ്സ് 11 അതിൻ്റെ അതിനിർണായകമായ ഈ IPL-ലെ ഏറ്റവും നിർണായകമായ മത്സരത്തിന് ഇറങ്ങുന്നു. എതിരാളികൾ നേരത്തെ തന്നെ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായ ലക്നൗ സൂപ്പർ ജയൻസാണ്. അവർ പുറത്തായതിനു ശേഷം അതിഗംഭീര കളിയാണ് കളിക്കുന്നത്. കാരണം പുറത്തായതിനു ശേഷമാണ് അവരുടെ ഓപ്പണിങ്ങിൽ ഒരു മാറ്റം വരുത്തിയത്. ജോഷ് ഇംഗ്ലീഷിനെ കൊടുന്നതോടുകൂടി ജോഷ് ഇംഗ്ലീഷും മിച്ചൽ മാർഷും കൂടി പൊരിഞ്ഞ അടിയാണ്. അപ്പോൾ അതിനുശേഷം പുറത്തായതിനു ശേഷം അവർ ജയിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. LSG നിക്കോളസ് പൂരനും ഫോമിലേക്ക് വന്നു. അപ്പോൾ അവർ മൊത്തം ഫുൾ ഓൺ ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പഞ്ചാബ് കിങ്സ് 11 മറുവശത്ത് ആദ്യഘട്ടത്തിലെ 7 കളികളിൽ 6 ജയിച്ച്, 1 മഴ മൂലം ഉപേക്ഷിച്ചതാണ്. ബാക്കി 6 കളി ജയിച്ച അവർ അതിനുശേഷം ജയിച്ചിട്ടേ ഇല്ല. പിന്നീട് തുടർച്ചയായ 6 കളികൾ തോൽവിയുടെ കെണിയിൽ വീണ് കിടക്കുകയാണ് പഞ്ചാബ് കിങ്സ് 11. അപ്പോൾ 6 എണ്ണം തോറ്റ അവർക്ക് ഇന്ന് എങ്ങനെയും ജയിച്ചേ മതിയാവുള്ളൂ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ. അങ്ങനെ ജയിച്ചാൽ പോലും 15 പോയിൻ്റ് അവർക്കാവുന്നുള്ളൂ. അപ്പോഴും പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്നതേ ഉള്ളൂ, ഉറപ്പായിട്ടില്ല. കാരണം രാജസ്ഥാൻ റോയൽസ് ഒരു കളി ബാക്കി നിൽക്കുമ്പോൾ 14 പോയിൻ്റ് ഉണ്ട്. രാജസ്ഥാൻ റോയൽസ് അത് ജയിച്ചാൽ അവർക്ക് 16 പോയിൻ്റായി അവർ കയറും. ഇനി രാജസ്ഥാൻ റോയൽസ് തോറ്റിട്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേറൊരു കളി, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് മറ്റൊരു ടീം പ്ലേ ഓഫുമായി പ്രതീക്ഷയായിട്ട് നിൽക്കുന്നത്. അവർക്ക് 13 പോയിൻ്റാണ്, ഒരു കളി കൂടിയുണ്ട്. അവർ ആ കളി ജയിച്ചാൽ 15 പോയിൻ്റായി. ഇന്നിപ്പോൾ പഞ്ചാബ് കിങ്സും ജയിച്ചാൽ അവർക്കും 15 പോയിൻ്റാണ്. അപ്പോൾ നെറ്റ് റൺ റേറ്റിൻ്റെ കാര്യം വരും. അപ്പോഴും റൺ റേറ്റിൽ കുറച്ച് ഭേദം പഞ്ചാബ് കിങ്സ് 11 ആണ്. ആ ഒരു ആശ്വാസമുണ്ട്. എന്തായാലും ജയിച്ചാലും ഒന്നും ഉറപ്പില്ല. അപ്പോൾ ജയിക്കുക കൂടി ചെയ്യാതിരുന്നാൽ പുറത്തായി, ഒരു സംശയം വേണ്ട. ഇന്ന് തീരുമാനമാവും പഞ്ചാബ് കിങ്സ് 11 അങ്ങനെയാണെങ്കിൽ. അതല്ലെങ്കിൽ അത് അവർ മറ്റു കളികൾ കൂടി കഴിയണവരെ കാത്തിരിക്കണം. എന്തായാലും പഞ്ചാബ് കിങ്സ് 11 ജയിച്ചേ മതിയുള്ളൂ. 6 കളികൾ തുടർച്ചയായി ജയിച്ചു. പിന്നീട് 6 കളികൾ തുടർച്ചയായി തോറ്റു. ഒരു കളി മഴ മൂലം ഉപേക്ഷിച്ച് 1 പോയിൻ്റ് കിട്ടുകയും ചെയ്തു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ. വളരെ തമാശയുള്ള ഒരു കാര്യം, ഇന്ന് മെയ് 23 പഞ്ചാബ് കിങ്സ് 11 അവസാനമായി ജയിച്ചത് ഏപ്രിൽ 25 അതായത് കൃത്യം 28 ദിവസം മുമ്പ്, ഏതാണ്ട് ഒരു മാസം മുമ്പ്. അതിനുശേഷം അവർ ജയിച്ചിട്ടേ ഇല്ല. തോൽവി തന്നെ തോൽവി, എന്ത് ചെയ്താലും തോൽക്കുക. 6 കളികൾ തോറ്റു. അപ്പോൾ ഇന്ന് നിർബന്ധമായും ശ്രേയസ് അയ്യരുടെ ടീമിന് ജയിച്ചേ മതിയാവുള്ളൂ. എങ്ങനെയും ജയിക്കണം. അത് LSGക്കെതിരെ ജയിക്കണമെങ്കിൽ മുഴുവൻ പൊട്ടൻഷ്യലും എടുത്ത് കളിച്ചാലേ അവർ ജയിക്കുള്ളൂ. ആ ജയത്തിനായിട്ട് പഞ്ചാബ് കിങ്സ് 11 ഇത്ര ദയനീയമായ ഒരു അവസ്ഥയിൽ, കാരണം ആദ്യത്തെ കളിയൊക്കെ ഇത്രയും ജയിച്ചു വന്ന ഒരു ടീം അവസാന ഘട്ടത്തിൽ ഇങ്ങനെ തുടർച്ചയായി തോറ്റ് പുറത്തു പോകുന്നത് വളരെ ദയനീയമാണ്, ദാരുണമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ പഞ്ചാബ് കിങ്സ് 11 ഇന്ന് മുഴുവൻ ശക്തിയും എടുത്ത് കളിച്ച് LSGയെ വലിയ മാർജിൻ തോൽപ്പിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.